ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കുടിക്കാനും ചോറ് വെക്കാനും കറി വെക്കാനും ഒക്കെയുള്ള ആവശ്യത്തിനുള്ള വെള്ളം അമ്മ കോരി വെക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ രാവിലെ തന്നെ എണീറ്റപ്പോൾ അതാണ് പണി. ആദ്യം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് കറി വെക്കാൻ പോവാണ്. ചെറുപയർ ഉപ്പേരിയാണ് ട്ടോ. ഇന്നലെ കിടക്കണേക്കും തൊട്ട് മുന്നേ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. അപ്പോൾ ഇന്ന് അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചകിരിയും വിറകൊക്കെ വെട്ടാണ് കേട്ടോ അമ്മ അതിനുള്ളത്. നമ്മൾ വിറകടുപ്പുമ്മളാണല്ലോ വെക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടാണ്. വിറക് ഉണങ്ങിയിട്ടുണ്ടായില്ല. അത്യാവശ്യം പച്ചവിറകായിരുന്നു കേട്ടോ. അപ്പോൾ കത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറ് നന്നായിട്ട് കഴുകി അത് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം അതൊക്കെ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് അമ്മ ഊറ്റണ കൈലോട്ടയുണ്ടല്ലോ അതുകൊണ്ട് ഊറ്റിയെടുക്കുകയാണ്. അമ്മ അവിടെ ഊറ്റണതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി വറുത്തിടാനായിട്ട് വിറക് ഊതി കത്തിക്കാണ് ട്ടോ. എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ പച്ചവിറകാന്ന്. അപ്പം ഇന്ന് അങ്ങനെ കത്തണമൊന്നും ഉണ്ടായില്ല. അത് ഇടയ്ക്കിടയ്ക്ക് കെട്ടുപോകുമായിരുന്നു. അപ്പോൾ അത് ഊതും കത്തിക്കും അങ്ങനത്തെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ കത്തി വന്നു കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഉള്ളിയും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി പതിവ് പോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഇളക്കി മൂപ്പിച്ച് വേവിച്ച് വെച്ചേക്കണ പയറിട്ട് ഇളക്കി വാങ്ങി വെച്ച് അത് പകർത്തി ഒരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ പയറുപ്പേരിയുടെ പരിപാടി അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് കൂട്ടി കഞ്ഞി എടുത്ത് കുടിച്ചു കേട്ടോ. പയറുപ്പേരിയും കഞ്ഞിയും കൂടി കുടിക്കാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ അത് കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അടിച്ചു വാരി ഇടാണ്. രാവിലെ തന്നെ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ ആ പണി അവിടെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതോർത്തിട്ട് അകവും മിറ്റമൊക്കെ അടിച്ചു വാരി ഇടാണ്. ഇന്ന് പയറുപ്പേരി മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. വേറെ ഒന്നും വെച്ചില്ല കേട്ടോ കാലത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പോയിട്ട് വരുമ്പോൾ മീൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചമീൻ. അപ്പോൾ പച്ചമീൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉച്ചയാവും വരുമ്പോൾ. അപ്പോൾ ഉച്ചയ്ക്ക് അത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല. കാരണം ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും പയറുപ്പേരി കൂട്ടി കഴിക്കാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോഴാണ് അപ്പം പറഞ്ഞത്. പിന്നെ അപ്പം വരാനായിട്ട് കുറച്ച് വൈകി. അപ്പോൾ അപ്പം പറഞ്ഞു പച്ചമീൻ അവിടെ ഇല്ല, പച്ചമീനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉണക്കമീൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉണക്കമീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കമീനൊക്കെ വാങ്ങിയിട്ട് കുറേ ദിവസമായിട്ടാണ്. അപ്പോൾ ഉണക്കമീനൊന്നും അങ്ങനെ ഇവിടെ വാങ്ങാറില്ല. വാങ്ങുകയാണെങ്കിൽ തന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും പച്ചമീനൊക്കെ വാങ്ങാറുള്ളൂ. ഉണക്കമീൻ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. പിന്നെ ഉണക്കമീൻ കിട്ടാറില്ല. ഇവിടെ അടുത്തുള്ള കടകളിലൊന്നും ഉണക്കമീനില്ല. പിന്നെ വല്ല ചന്തയിലേക്കൊക്കെ പോകണം വണ്ടിയൊക്കെ കയറി. അപ്പോഴാണ് നമുക്ക് ഉണക്കമീൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ അടുത്ത് ഉണക്കമീൻ ഉണ്ടായിരുന്നു കടയിൽ. അപ്പോൾ അങ്ങനെ ഉണക്കമീൻ വാങ്ങിയിട്ട് വന്ന് കൊണ്ടുവന്നപ്പം തന്നെ വറുക്കാൻ പറഞ്ഞുകൊണ്ട് ഗ്യാസ് അടുപ്പുമ്പോഴാട്ടം അലക്കാനുള്ളത് സോപ്പ് കൂട്ടി വെച്ചിട്ടാട്ടോ ഉണക്കമീൻ വറുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഉണക്കമീനൊക്കെ വറുത്തത് കൂട്ടി ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും മീൻ വാങ്ങിക്കൊണ്ടുവന്നില്ലല്ലോ, മീൻ വയ്ക്കാമെന്നാണ് വിചാരിച്ചതല്ലോ. അപ്പോൾ എന്തായാലും മീൻ വാങ്ങിക്കൊണ്ടുവന്നില്ല. അപ്പോൾ മുതിര ഉണ്ടായിരുന്നു. അപ്പോൾ മുതിരയും കൊപ്പക്കായ, അതായത് പപ്പായ, ഞങ്ങളിവിടെ കൊപ്പക്കായ എന്നാട്ടോ പറയുക. അപ്പോൾ ഇന്നലെ ഒടിഞ്ഞു വീണ കൊപ്പമെന്ന് കിട്ടിയ കൊപ്പക്കായാണ് കേട്ടോ. അപ്പോൾ അതും മുതിരയും കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ചീഞ്ചട്ടി കയറ്റി വെച്ച് ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് മുതിരിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അത് അരിച്ച് അതും കൊപ്പക്കായും കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു കിട്ടാം. അപ്പോൾ അത് വേവട്ടെ. അത് വേവുമ്പോഴേക്കും ഇവിടെ അലമാര ഒതുക്കാനുണ്ടായിരുന്നു. നമ്മുടെ അകത്തെ അലമാര അതൊന്ന് ഒതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒതുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ടാണ് ഒതുക്കണം എന്ന് വിചാരിക്കുന്നത്. ഡ്രസ്സുകളൊക്കെ കലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. വീട്ടിലിടാനുള്ള ഡ്രസ്സുകളാട്ടോ അതിൽ വയ്ക്കുക. അപ്പോൾ അതൊക്കെ അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു കടലാസൊക്കെ വെച്ച് നന്നായിട്ടൊക്കെ ഒന്ന് കടലാസും തുണി കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് പൊടിയൊക്കെ ഉള്ളതൊക്കെ കളഞ്ഞിട്ട് തുണികൾ ഓരോന്നായിട്ട് മടക്കി വെച്ചു കിട്ടാം. അപ്പോൾ എല്ലാ ദിവസവും വിചാരിക്കും അവിടെ ഒന്ന് ഒതുക്കി വെക്കണമെന്ന്. പിന്നെ വിചാരിക്കും ഇന്നിപ്പോൾ ഇത്രയും നേരമായില്ലേ, ഇനിയിപ്പോൾ നാളെ ഒതുക്കാം എന്ന് വിചാരിക്കും. പക്ഷേ ആ ദിവസം ഒതുക്കൽ നടക്കില്ല. നാളെ ഒതുക്കാമെന്ന് വിചാരിക്കും, പിറ്റേ ദിവസം ഒതുക്കലൊന്നും നടക്കില്ല കേട്ടോ. മടി വരും. അതാണ് പ്രധാന കാരണം. അപ്പോൾ ഇനി ഏതായാലും അത് മാറ്റി വെക്കേണ്ട, പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട, ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ അത് മടക്കി വെച്ചു കേട്ടോ. ഡ്രസ്സുകളൊക്കെ അതിൽ നിന്ന് എടുത്ത് അതുപോലെ തന്നെ മടക്കി അവിടെ എടുത്ത് വെച്ചു കേട്ടോ. മുതിരയും കൊപ്പക്കായും കൂടി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനായിട്ട് വന്നത്. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ
മുതിര ചെന്ന് നോക്കിയപ്പോൾ മുതിരയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. മുതിരയും കൊപ്പക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത് ഇറക്കി വെച്ചിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് ചീഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി അത് മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ച കൊപ്പക്കായും മുതിരയും കൂടി ഒഴിച്ചു കേട്ടോ. കുറച്ച് ചാറോടെയാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മടക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടെ ചായ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് വന്നിട്ട് പപ്പടവട ഉണ്ടായിരുന്നു, പപ്പടവട കൂട്ടി ചായ ഇരുന്ന് കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം.